ആമിൽ അൽ റസൂൽ അധ്യായം 28. രക്ഷപ്പെട്ടു ചെന്നെത്തിയിരിക്കുന്നത് മാൾട്ട എന്നു പേരുള്ള ദ്വീപിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപരിചിതരെങ്കിലും അവിടെയുള്ള നാട്ടുകാർ ഞങ്ങളോട് അസാധാരണമായ റഹ്മത്ത് കാണിച്ചു. മഴയും തണുപ്പും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ തീ കൂട്ടി ഞങ്ങളെ സ്വീകരിച്ചു. പൗലോസ് കുറേ ചുള്ളിക്കമ്പുകൾ പെറുക്കി തീയിലിട്ടു. അപ്പോൾ ഒരു അണലി ചൂടുകൊണ്ട് പുറത്തു ചാടി അവൻ്റെ കയ്യിൽ ചുറ്റി. അണലി അവൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ തമ്മിൽ പറഞ്ഞു, ഈ ഇൻസാൻ ഒരു കൊലപാതകിയാണെന്നതിന് ഒരു ശക്കുമില്ല. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഹയാത്തിലിരിക്കാൻ ആലിഹത്തുൽ അദാല അവന് അനുവദിക്കുന്നില്ല. പൗലോസ് അതിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു. അവന് അപകടമൊന്നും പറ്റിയില്ല. അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണ് മൗത്താവുകയോ ചെയ്യുമെന്നവർ കരുതി. ഏറെ നേരം കഴിഞ്ഞിട്ടും പൗലോസിന് ആപത്തൊന്നും പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ നാട്ടുകാർ അഭിപ്രായം മാറ്റുകയും അവൻ ഒരു ഇലാഹാണെന്ന് പറയുകയും ചെയ്തു. ആ ദ്വീപിലെ ഷെയ്ഖ് ആയിരുന്ന പുബ്ലിയൂസിന് അവിടെ കുറേ സ്ഥലമുണ്ടായിരുന്നു. അവൻ ഞങ്ങളെ കബൂലാക്കി 3 ദിവസം ആദരവോടെ തക്കരിച്ചു. പുബ്ലിയൂസിൻ്റെ ബാപ്പ പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്നു. പൗലോസ് അവനെ ചെന്ന് കണ്ട് ദുആയിരിക്കുകയും അവൻ്റെ മേൽ കൈകൾ വെച്ച് അവനെ ശിഫയാക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗികളും പൗലോസിൻ്റെ കരീബിൽ വന്ന് ശിഫയായി. അവർ ഹദിയകൾ നൽകി ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു. ഞങ്ങൾ യാത്രയായപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്ന് തന്നു. 3 മാസത്തിനു ശേഷം ആ ദ്വീപിൽ തണുപ്പുകാലത്ത് നങ്കൂരമടിച്ചിരുന്ന അശ്വനി ചിഹ്നമുള്ള ഒരു അലക്സാണ്ട്രിയൻ കപ്പലിൽ കയറി ഞങ്ങൾ യാത്രയായി. ഞങ്ങൾ സിറാക്കൂസിലെത്തി അവിടെ 3 ദിവസം പാർത്തു. അവിടെ നിന്ന് തീരം ചുറ്റി രഗ്യമയിലെത്തി. 1 ദിവസം കഴിഞ്ഞപ്പോൾ തെക്കൻ കാറ്റ് വീശിയതുകൊണ്ട് 2-ാം ദിവസം ഞങ്ങൾ പുത്തയോലിയിലെത്തി. അവിടെ ഞങ്ങൾ ചില ഇഖ്വാനികളെ കണ്ടു. ഒരാഴ്ച അവരോടൊപ്പം പാർക്കാൻ അവർ ഞങ്ങളെ ക്ഷണിച്ചു. പിന്നെ ഞങ്ങൾ റുമാനിയയിലെത്തി. അവിടെയുള്ള ഇഖ്വാനികൾ ഞങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങളെ കബൂലാക്കാൻ അപ്യപുരവും ത്രിമണ്ഡപവും വരെ വന്നു. അവരെ കണ്ടപ്പോൾ പൗലോസ് അള്ളാഹുവിന് ശുക്ർ പറയുകയും ഖുവ്വത്ത് പ്രാപിക്കുകയും ചെയ്തു. ഞങ്ങൾ റുമാനിയ മദീനയിലെത്തിയപ്പോൾ ഒരു പടയാളിയുടെ കാവലോടെ ഇഷ്ടമുള്ളിടത്ത് പാർക്കാൻ പൗലോസിന് അനുവാദം ലഭിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് സ്ഥലത്തെ ജൂതരുടെ മുദീറുമാരെ പൗലോസ് വിളിച്ചുകൂട്ടി. അവർ ജമാഅത്തായി വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഇഖ്വാനീങ്ങളെ, ഇൻസാനിയത്തിനെതിരായോ നമ്മുടെ അബ്ബമാരുടെ ശരീഅത്തിനെതിരായോ ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ ജെറുസലേമിൽ വെച്ചു തടവുകാരനായി റുമാനിയക്കാരുടെ കൈകളിലായി. അവർ വിചാരണ ചെയ്തപ്പോൾ വധശിക്ഷ അർഹിക്കുന്നതൊന്നും എന്നിൽ കാണാത്തത് കൊണ്ട് എന്നെ വെറുതെ വിടാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ ജൂതർ എതിർത്ത് പറഞ്ഞതുകൊണ്ട് എൻ്റെ ആളുകൾക്കെതിരായി എനിക്ക് ഒരാരോപണവും ഇല്ലെങ്കിലും കൈസറിൻ്റെ മുമ്പാകെ മേൽവിചാരണക്കായി തെളിവ് ചെയ്യാൻ ഞാൻ നിർബന്ധിതനായി. ഇക്കാരണത്താൽ തന്നെയാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ ജമാഅത്താക്കി വരുത്തിയത്. ബനു ഇസ്രായേലിൻ്റെ പ്രത്യാശയുടെ കാരണമാണ് ഞാൻ ഈ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത്. അവർ അവനോട് പറഞ്ഞു, നിന്നെക്കുറിച്ച് യഹൂദിയായിൽ നിന്ന് ഞങ്ങൾക്ക് റിസാലാത്തൊന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ വന്ന് അഹ്മാരിലാരും നിനക്കെതിരായി വിവരം തരികയോ നിന്നെക്കുറിച്ച് ജറീമത്തായി സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല. എന്നാൽ നിന്റെ അഭിപ്രായം എന്തെല്ലാമാണെന്ന് നിന്നിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ഞങ്ങൾക്കറിയാം, ഈ ദീനിൻ്റെ മദ്ഹബിനെ എല്ലായിടത്തും ആളുകൾ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. പൗലോസുമായി സംസാരിക്കാൻ അവർ 1 ദിവസം നിശ്ചയിച്ചു. അന്നു നിരവധി ആളുകൾ അവൻ പാർക്കുന്നിടത്ത് വന്നുകൂടി. സുബ്ഹ് മുതൽ മഗ്‌രിബിൻ്റെ സമയം വരെ അവർ മൂസായുടെ തൗറാത്തിനെയും നബിമാരുടെ കിതാബുകളെയും അടിസ്ഥാനമാക്കി ഈസയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും അള്ളാഹുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് ജഹറായി ഷഹാദത്ത് നൽകുകയും ചെയ്തു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, മറ്റു ചിലർ വിശ്വസിച്ചില്ല. അവർ പരസ്പരം യോജിക്കാതെ തിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, യെശയ്യാ നബിയിലൂടെ റൂഹുൽ ഖുദ്ദൂസ് നിങ്ങളുടെ പിതാമഹന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. നീ പോയി ഈ ജനത്തോട് പറയുക,
നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും കൽബ് കൊണ്ട് മനസ്സിലാക്കുകയും തൗബ ചെയ്യുകയും ഞാൻ അവരെ ശിഫയാക്കുകയും ചെയ്യുക അസാധ്യം. കാരണം അത്രയ്ക്കും ഈ ജനതയുടെ കൽബ് കട്ടിയായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി കുറഞ്ഞിരിക്കുന്നു, കണ്ണ് അവർ അടച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുക, അള്ളാഹുവിൽ നിന്നുള്ള ഈ ഇഖ്ലാസ് ജൂതരല്ലാത്തവരുടെ ഖരീബിലേക്ക് അയച്ചിരിക്കുന്നു. അവർ കേൾക്കുകയും ചെയ്യും. പൗലോസ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജൂതന്മാർ തമ്മിൽ ഉച്ചത്തിൽ ബഹളമുണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. അവൻ സ്വന്തം ചെലവിൽ ഒരു പുര വാടകയ്ക്കെടുത്ത് 2 കൊല്ലം മുഴുവൻ അവിടെ പാർത്തു. അവൻ്റെ ഖരീബിൽ വന്ന എല്ലാവരെയും അവൻ കബൂൽ ചെയ്തു. അവൻ അള്ളാഹുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് ഖുത്ബ പറയുകയും റബ്ബായ ഈസാ അൽ മസീഹിനെക്കുറിച്ച് തടസ്സമില്ലാതെ ശജാഅത്തോടെ താലീം നൽകുകയും ചെയ്തു.